ഹായ് ഓൾ, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമുക്ക് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് പരിചയപ്പെടാം. ദ നെയിം ഓഫ് ദ യൂണിറ്റ് ഈസ് ടെൻഡർ ടച്ച്. ആദ്യം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ ഒന്ന് നോക്കാം അല്ലേ. വാട്ട് ക്യാൻ യു സീ ഇൻ ദിസ് പിക്ചർ? യെസ്, ദർ ഇസ് എ റണ്ണിങ് റേസ്. ക്യാൻ യു സീ 2 ബോയ്സ് റണ്ണിങ്? 2 ബോയ്സ് അവിടെ ഓടുന്നുണ്ട് അല്ലേ. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും 2 ബോയ്സിനെ കാണാം. അപ്പം 1 ബോയ് ഹാസ് ഫോളൻ ഡൗൺ. അവിടെ ഒരു ബോയ് അവിടെ വീണ് കിടക്കുന്നുണ്ട് അല്ലേ. അവൻ കരയാണ്, അവൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട് അല്ലേ. ബട്ട് ലുക്ക് അറ്റ് ദ അതർ ബോയ്. മറ്റേ ബോയ് എന്താണ് ചെയ്യുന്നത്? അതെ, ഹീ ഈസ് ഹെൽപ്പിംഗ് ഹിസ് ഫ്രണ്ട്. അവൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ അവൻ എന്താ ചെയ്യുന്നത്? റേസ് ജയിക്കാൻ ഓടിപ്പോകുന്നതിന് പകരം അവൻ എന്താ ചെയ്യുന്നത്? തൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അല്ലേ. ഇസ് ഇൻ ദാറ്റ് എ ഗുഡ് ക്വാളിറ്റി? അതൊരു നല്ല ക്വാളിറ്റി അല്ലേ? അതെ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൈൻഡ്നെസ്, കെയറിങ് എന്നൊക്കെ പറയുക അല്ലേ. ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വിന്നിങ്. വിജയിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവൻ പ്രാധാന്യം നൽകിയത് എന്തിനാണ്? അവൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിന് ടെൻഡർ ടച്ച് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെൻഡർ ടച്ച് മീൻസ് എ ലവിങ് ടച്ച്, ഒരു മൃദു സ്പർശം അല്ലേ. എ കെയറിങ് ടച്ച് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്നേഹത്തോടെയും കരുതലോടെയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ടെൻഡർ ടച്ച് എന്ന് പറയുക അല്ലേ. അപ്പം ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, മദർ തെരേസയുടെ ഒരു കോട്ടാണത്. എന്താ അത് എഴുതിയിരിക്കുന്നത്? ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ നമ്മുടെ കൈകളും അവരെ സ്നേഹിക്കാൻ നമ്മുടെ ഹൃദയവും ഉപയോഗിക്കണം എന്നാണ് മദർ തെരേസ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾവേസ് റിമെമ്പർ, ബി കൈൻഡ്, ബി കെയറിങ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ് വെൻ എവർ യു ക്യാൻ. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരെ സഹായിക്കുക അല്ലേ, അവരോട് ദയ കാണിക്കുക എന്നൊക്കെയാണ് ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഒരു കോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. ഹിയർ വി ക്യാൻ സീ 2 പിക്ചേഴ്സ്. ഇവിടെ നമുക്ക് 2 ചിത്രങ്ങൾ കാണാം അല്ലേ. ക്യാൻ യു കമ്പയർ ദീസ് 2 പിക്ചേഴ്സ്? നിങ്ങൾക്ക് ഈ 2 പിക്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പിക്ചർ. വാട്ട് ക്യാൻ യു സീ? നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് പിക്ചറിൽ? ദർ ഇസ് എ ലിറ്റിൽ ഗേൾ. അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ഷീ ഡൂയിങ്? അവൾ എന്താ ചെയ്യുന്നത്? ഷീ ഈസ് ഫീഡിങ് ദ ബേർഡ്സ്. അവൾ ബേർഡ്സിന് ഫുഡ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷികളെ കാണാം, പെൺകുട്ടിയെ കാണാം. പെൺകുട്ടി ആ പക്ഷികൾക്ക്, ബേർഡ്സിന് ഫുഡ് കൊടുക്കുകയാണ്. സം ബേർഡ്സ് ആർ ഈറ്റിംഗ് ദ ഫുഡ്. കുറച്ച് പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫുഡ് കഴിക്കുന്നുണ്ട്. സം അതർ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ടുവേർഡ്സ് ദ ഗേൾ അല്ലേ. മറ്റു പക്ഷികൾ എന്താ ചെയ്യുന്നത്? പെൺകുട്ടിയുടെ അടുത്തേക്ക് പറന്നു വരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദ ഗേൾ ഈസ് കൈൻഡ് ആൻഡ് കെയറിങ്. ആ പെൺകുട്ടി എങ്ങനെയുള്ള കുട്ടിയാണ്? ആ പെൺകുട്ടി വളരെ ദയയും കരുതലും ഉള്ളവളാണ് അല്ലേ. ഷീ ലവ്സ് ബേർഡ്സ് ആൻഡ് ടേക്സ് കെയർ ഓഫ് ദം. അവൾ ആ പക്ഷികളെ സ്നേഹിക്കുകയും അവയെ എന്ത് ചെയ്യുന്നുണ്ട്? പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സെക്കൻഡ് പിക്ചർ നോക്കുകയാണെങ്കിലോ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് പിക്ചർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കാം അല്ലേ. വാട്ട് ക്യാൻ യു സീ ഹിയർ? ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ ദർ ആർ 3 ബോയ്സ്, 3 ബോയ്സിനെ കാണാം. അവരെന്താ ചെയ്യുന്നത്? 1 ബോയ് സ്പ്ലാഷിങ് മഡി വാട്ടർ ഓൺ അനദർ ബോയ്. ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ മേലെ ചെളിവെള്ളം തെറിപ്പിക്കുകയാണ്. അപ്പം അതർ ബോയ് ഈസ് ഗെറ്റിംഗ് ഡേർട്ടി. മറ്റേ കുട്ടിയാട്ടെ അവൻ്റെ മേലാകെ എന്തായിട്ടുണ്ട്? ചെളിയും പറ്റിയിട്ടുണ്ട്. ഹി ലുക്സ് അൺഹാപ്പി അല്ലേ. ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഹി ലുക്സ് അൺഹാപ്പി. അവൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഇസ് ദിസ് എ ഗുഡ് ഹാബിറ്റ്? ഇതൊരു നല്ല ശീലമാണോ? ഒരിക്കലും അല്ല അല്ലേ. വി ഷുഡ് നെവർ ട്രബിൾ അതേഴ്സ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ 2 പിക്ചേഴ്സും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണ്? ഫസ്റ്റ് പിക്ചറാണോ സെക്കൻഡ് പിക്ചറാണോ? ഉറപ്പായിട്ട് എന്തായിരിക്കും? ഫസ്റ്റ് പിക്ചർ ആയിരിക്കും അല്ലേ. കാര്യം എന്താ? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു പെൺകുട്ടിനെ നമുക്ക് കാണാം. ആ കുട്ടി എന്ത് ചെയ്യാണ്? വളരെ കൈൻഡും ഹെൽപ്ഫുള്ളും ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. അപ്പം ഓൾവേസ് റിമെമ്പർ, എന്ത്? കൈൻഡ്നെസ് മേക്സ് എവ്രി വൺ ഹാപ്പി. കൈൻഡ്നെസ് എന്ന് പറയുന്ന ആ ഒരു ഗുഡ് ക്വാളിറ്റി എന്താണ്? എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്തും അല്ലേ. അതേസമയം നമ്മൾ മറ്റുള്ളവർക്ക് ട്രബിൾ ഉണ്ടാക്കുകയാണെങ്കിലോ അതെല്ലാവർക്കും ഇഷ്ടാവുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? വളരെ കൈൻഡും വളരെ കെയറിങ്ങും ആയിരിക്കണം എന്നാണ് നമുക്ക് ഈ പിക്ചറിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൈൻഡ്നെസ്സിൻ്റെയും ഹെൽപ്പിങ്ങിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന നല്ലൊരു കഥയാണ് നമുക്കിനി എങ്ങോട്ട് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ആ സ്റ്റോറിയിലേക്ക് പോവാം അല്ലേ. A sunny morning. The morning sun peeped through the window.
മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാത സൂര്യൻ ജനലിലൂടെ അകത്തേക്ക് എത്തി നോക്കി. മോർണിംഗ് സൺ പ്രഭാത സൂര്യൻ. പീപ്ഡ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? എത്തി നോക്കുക, ഒളിച്ചു നോക്കുക, അല്ലെങ്കിൽ അകത്തേക്ക് കടന്നു വരിക എന്നർത്ഥം. അപ്പം ജനാലയിലൂടെ മോർണിംഗ് സൺ അകത്തേക്ക് കടന്നു വന്നു. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. സാഷ സാഷ സമയം വൈകുകയാണ് മോളെ എന്നാരോ പറയാണ്. ആരാ പറയുന്നത്? മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അതെ, അമ്മയാണ് പറയുന്നത് അല്ലേ? അമ്മയാണ് വിളിക്കുന്നത്. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കോൾഡ് ഹെർ ഇൻ എ സോഫ്റ്റ് വോയിസ്. അമ്മ സാഷയെ മൃദുവായിട്ടുള്ളൊരു ശബ്ദത്തിൽ വിളിക്കുകയാണ്. ഷി വാസ് ഹാഫ് അസ്ലീപ്പ്. അവൾ പാതി ഉറക്കത്തിലായിരുന്നു. ഹാഫ് അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അവൾ പൂർണ്ണമായിട്ടും ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടില്ല എന്നർത്ഥം അല്ലേ? അവൾ പാതി മയക്കത്തിലാണ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. ഓ അമ്മേ, കുറച്ചുകൂടി നേരം എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ എന്ന് സാഷ പറയാണ്. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പേറ്റഡ് ഹർ. ഇല്ല മോളെ, ഇപ്പം തന്നെ സമയം വൈകി. അമ്മ അകത്തേക്ക് വന്ന് അവളെ സ്നേഹത്തോടെ തലോടുകയാണ് ചെയ്യുന്നത് അല്ലേ? ജെന്റ്ലി പേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ തലോടുക. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹർ ഐസ്. അങ്ങനെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് സാഷ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. റബ്ബിങ് ഹർ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കച്ചടവ് മാറാൻ വേണ്ടിയിട്ട് കണ്ണുകൾ തിരുമാറില്ലേ? അതേപോലെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സാഷയും എഴുന്നേൽക്കുന്നത്. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ സാഷയ്ക്ക് എന്തോ ഒരു മണം കിട്ടുകയാണ്. അതെന്ത് മണമാണ് എന്ന് ചോദിക്കുകയാണ്. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. എത്ര മനോഹരമാണ്. അവൾ എന്ത് ചെയ്യാണ്? ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. അവൾ ആഴത്തിലൊരു ശ്വാസം വലിക്കുകയാണ്. ടുക്ക് എ ഡീപ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ശ്വാസം വലിക്കുക. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹർ. അപ്പോൾ അവൾ ആ മണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഓടിപ്പോയി. റഷ്ഡ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓടുക. ഫോളോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മദർ ഫോളോഡ് ഹർ. മദറും അവളെ പിന്നാലെ പോയി. അമ്മയും അവളുടെ പിന്നാലെ പോയി. അപ്പോൾ കിച്ചണിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വന്നപ്പോൾ സാഷ ഓടിപ്പോവുകയാണ് കിച്ചണിലോട്ട് അല്ലേ? അപ്പോൾ എന്തിൻ്റെ സ്മെല്ലായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അടുത്ത പേജിൽ സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ തിരക്കിലായിരുന്നു. സാഷയുടെ അച്ഛൻ അടുക്കളയിൽ എന്തോ തിരക്കിലാണ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹീ സെഡ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, സാഷ, നിൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ സാഷ ചോദിക്കുകയാണ്, അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ഡ്. അമ്മേ, അതിൽ കുറച്ച് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് സാഷ ചോദിക്കുകയാണ്. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. അപ്പോൾ അമ്മ പറയാണ്, തീർച്ചയായിട്ടും മോളെ, നീ ആദ്യം പോയിട്ട് റെഡിയാവ്. ഗോ ആൻഡ് ഗെറ്റ് റെഡി, നീ പോയി റെഡിയാവും. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അപ്പോൾ അവളൊരു പാട്ട് മൂളിക്കൊണ്ട് കുളിമുറിയിലേക്ക് പോവുകയാണ്. ഒരു പാട്ട് പാടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ്. ഹമ്മിങ് എ ട്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ മൂളുക എന്നർത്ഥം. പതുക്കെ മൂളുക. സാഷ, ആറൻറ്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. അപ്പോൾ സാഷ, നീ ഇതുവരെ റെഡിയായില്ലേ എന്നാരോ ചോദിക്കുകയാണ്. അതാരായിരുന്നു? അത് അവളുടെ ഫ്രണ്ടായിട്ടുള്ള നവീനായിരുന്നു. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ എവിടെയായിരുന്നു? അവൻ ഗേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു. ജസ്റ്റ് 5 minutes, സാഷ ഹറീഡ് അപ്പ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇപ്പം റെഡിയാവാം, 5 മിനിറ്റിൽ റെഡിയാവാം. സാഷ ഹറീഡ് അപ്പ്. അവൾ തിടുക്കം കൂട്ടി. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് സാഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം എന്ന് നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ? ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ എന്ന്? എന്തായിരിക്കും? നമുക്ക് നോക്കാം അല്ലേ? അടുത്ത പേജിൽ നോക്കാം. ദ സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നവീനും സ്കൂളിലെ ബെല്ലടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് സ്കൂളിലെത്തി. ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് എന്നർത്ഥം. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ഡ്. നല്ല മണം. നിൻ്റെ ബാഗിൽ എന്താണുള്ളത്? വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ചോദിച്ചു. സ്മെൽസ് നൈസ് എന്ന് പറഞ്ഞാൽ നല്ല മണമാണ്. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു സർപ്രൈസാണ്, കുറച്ച് നേരം കാത്തിരിക്കുക. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷിക്കാത്ത സന്തോഷകരമായിട്ടുള്ളൊരു കാര്യത്തെയാണ് നമ്മൾ സർപ്രൈസ് എന്ന് പറയുക അല്ലേ? ഓക്കെ. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. സാഷ തൻ്റെ ടിഫിൻ ബോക്സ് പുറത്തെടുത്തു, എന്നിട്ട് തുറന്നു, ഓപ്പൺ ചെയ്തു. ടുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക. വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. അപ്പം
നവീൻ പറയാണ്, നവീൻ അത്ഭുതത്തോടെ പറയാണ്, വാവ് ഉണ്ണിയപ്പം. എക്സ്ക്ലെയിംഡ് മീൻസ് അത്ഭുതത്തോടെയോ അല്ലെങ്കിൽ സന്തോഷത്തോടെയോ ഉറക്കെ പറയുന്നതിനെയാണ് എക്സ്ക്ലെയിം ചെയ്യുക എന്ന് പറയുക, എക്സ്ക്ലെയിംഡ് എന്ന് പറയാം. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സാഷ. എല്ലാ കുട്ടികളും സാഷയുടെ അടുത്തേക്ക് ഓടിയെത്തി. റഷ്ഡ് ടുവേർഡ്സ് മീൻസ് വേഗത്തിൽ ഓടിയെത്തുക. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ, നവീൻ സെഡ്. നിൽക്ക്, തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും വേണ്ടത്ര ഉണ്ട്, ആവശ്യത്തിനുള്ളത്ര ഉണ്ട്, നവീൻ പറയാണ്. ഇനഫ് മീൻസ് ആവശ്യത്തിന് അല്ലെങ്കിൽ വേണ്ടത്ര എന്നൊക്കെ അർത്ഥം. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. അപ്പോഴാണ് ജനലിനരികിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. അപ്പിയർഡ് മീൻസ് പ്രത്യക്ഷപ്പെടുക. ഹേയ്, ഹു ഈസ് ദാറ്റ്, സാഷ ആസ്ഡ്. ഹേയ്, അതാരാണ് എന്ന് സാഷ ചോദിക്കുകയാണ്. സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. സാഷ ജനാലയ്ക്കരികെ ആരെയോ കാണുന്നുണ്ട്. ഹു കുഡ് ദാറ്റ് ബി, അതാരായിരിക്കും എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അതാരായിരിക്കും എന്നറിയണമെങ്കിൽ നമുക്ക് അടുത്ത പേജ് വായിക്കണം അല്ലേ? ഓക്കെ, നോക്കാം. എ ഗേൾ അറ്റ് ദ വിൻഡോ. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ജനലിലേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്, അവൻ പറയാണ്, നവീൻ പറയാണ്, ഞാൻ അവളെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂറിയസ്ലി. ആ പെൺകുട്ടി അവരെ കൗതുകത്തോടെ ക്യൂറിയസ് ആയിട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. ഹർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ അലങ്കോലമായ മുടി കാറ്റിൽ പാറിക്കൊണ്ടിരുന്നു. മെസ്സി ഹെയർ എന്ന് പറഞ്ഞാൽ അലങ്കോലമായ, സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ആടുക, കാറ്റിൽ ആടിക്കൊണ്ടേയിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവൾ വളരെ ക്ഷീണിതയായി തോന്നി. സാഷ വെൻറ്റ് ടു ദ വിൻഡോ. സാഷ ജനലിൻ്റെ അടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് എൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവൾ ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ പെൺകുട്ടി അത് വാങ്ങാതെ അവിടെ നിന്ന് ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ ആ പെൺകുട്ടിയെ പിന്തുടർന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷേ ആ പെൺകുട്ടി കുറ്റിക്കാടിനെ, ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട്, കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞുപോയി, ഡിസപ്പിയർഡായി, അപ്രത്യക്ഷമായി. വാട്ട് ഡസ് ഷീ ലീവ്, സാഷ ആസ്ഡ് നവീൻ, ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അവൾ എവിടെയാണ് താമസിക്കുന്നത്, സാഷ നവീനോട് ചോദിച്ചു. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിൻ്റെ വലിയൊരു കഷ്ണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന നവീനോട് സാഷ ചോദിക്കുകയാണ്, വാട്ട് ഡസ് ഷീ ലീവ്, അവൾ എവിടെയാണ് താമസിക്കുന്നത്. ഐ ഡോണ്ട് നോ, ഹീ സെഡ്. എനിക്കറിയില്ല, ഹീ സെഡ്, അവൻ പറഞ്ഞു. നവീൻ പറയാണ്, എനിക്കറിയില്ല അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന്. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. പാവം പെൺകുട്ടി. ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, അവളുടെ വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു. ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ, ടോൺ എന്ന് പറഞ്ഞാൽ കീറി, അവളുടെ വസ്ത്രങ്ങളാകെ കീറിയിരിക്കുന്നു, സാഷ സെഡ്. ഇവിടെ വീണ്ടും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. വൈ ഡിഡിൻ ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം. എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി ആ ഉണ്ണിയപ്പം സ്വീകരിക്കാതെ ഇരുന്നത്? എന്തുകൊണ്ടായിരിക്കും നമുക്ക് നോക്കാം അല്ലേ? അടുത്ത പേജിൽ നോക്കാം. ദ ഗേൾ കംസ് അഗെയിൻ. The best two friends can change a frown into a smile when you feel down. Miss Anupama, their teacher, was singing a song in the class. അവരുടെ ടീച്ചറായിട്ടുള്ള മിസ് അനുപമ ക്ലാസ്സിലൊരു പാട്ട് പാടുകയായിരുന്നു. എന്തായിരുന്നു പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. അതായത് നല്ല സുഹൃത്തുക്കൾക്ക് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വിഷമിച്ച മുഖത്തെ, ഒരു ദുഃഖമുഖത്തെ പുഞ്ചിരിയാക്കി മാറ്റാൻ കഴിയും എന്ന് മീനിങ് ഉള്ള ഒരു സോങ് ആയിരുന്നു ടീച്ചർ പാടിക്കൊണ്ടിരുന്നത്. അതായത് ഫ്രൗൺ എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുക എന്നർത്ഥം. അപ്പം നെറ്റി ചുളിക്കുക എപ്പോഴാണ്? നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെയാണല്ലോ നമ്മുടെ നെറ്റി ചുളിയുന്നത്. അപ്പം ആ ഒരവസ്ഥയെ നമുക്ക് എന്താക്കി മാറ്റും? പുഞ്ചിരിയാക്കി, സ്മൈലാക്കി മാറ്റാൻ സാധിക്കും. ആർക്കാ സാധിക്കുക? ബെസ്റ്റ് ഫ്രണ്ട്സിന് അല്ലേ? നല്ല കൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രൗണിനെ സ്മൈലാക്കി മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ ഒരു മീനിങ് ഉള്ള ഒരു സോങ് ആയിരുന്നു ടീച്ചർ പാടിക്കൊണ്ടിരുന്നത്. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ വാതിലിൻ്റെ അരികിലായിട്ട് ആ പെൺകുട്ടിയെ വീണ്ടും കാണുകയാണ്. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സാഷ മർമേർഡ്. പാവം പെൺകുട്ടി, അവൾക്ക് അകത്ത് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്, സാഷ മർമേർഡ്. സാഷ പതുക്കെ പറയുകയാണ്. മർമേർഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ പറയുക അല്ലെങ്കിൽ പിറുപിറുത്ത് പറയുക എന്നൊക്കെ അർത്ഥം. ലിസൺ സെഡ് ദ ടീച്ചർ. അപ്പോൾ പെട്ടെന്ന് ടീച്ചർ ലിസൺ എന്ന് പറയാണ്, ശ്രദ്ധിക്കൂ എന്ന് പറയാണ്. ഹിയറിങ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. അപ്പോൾ ആ ടീച്ചറുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്, പേടിച്ചിട്ട് ഓടിപ്പോവുകയാണ്. ഇവിടെ നമ്മളോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ. എന്തുകൊണ്ടാണ് വീണ്ടും ആ പെൺകുട്ടി വന്നത്? എന്തുകൊണ്ടായിരിക്കും?
അതറിയണമെങ്കിൽ നമുക്ക് അടുത്ത പേജ് വായിക്കേണ്ടി വരും അല്ലേ. നമുക്ക് നോക്കാം. എ ലല്ലബൈ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. സ്കൂൾ വിട്ട ശേഷം സാഷയും നവീനും വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഓൺ ദ വേ ദേ ഹേർഡ് സംവൺ സിംഗിങ് എ സോങ്. വഴിയിൽ അവർ ആരോ ഒരു പാട്ട് പാടുന്നത് കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? നല്ല സുഹൃത്തുക്കൾ നിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും സഹായഹസ്തം നീട്ടുകയും ചെയ്യും എന്ന് ആ ഒരു മീനിങ്ങുള്ള ഒരു പാട്ടാണ് അവർ കേൾക്കുന്നത്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ഡ്. നവീൻ, നീ ആ പാട്ട് കേൾക്കുന്നുണ്ടോ? സാഷ ചോദിക്കുകയാണ്. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ടസ് ടുഡേ, നവീൻ റിപ്ലൈഡ്. അത് ഇന്ന് നമ്മുടെ ടീച്ചർ നമ്മളെ പഠിപ്പിച്ച പാട്ടല്ലേ? നവീൻ മറുപടി പറയാണ്. ബട്ട് ഹു ഈസ് സിംഗിങ്? പക്ഷെ ആരാണ് അത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വാ, നമുക്കത് ആരാണെന്ന് കണ്ടെത്താം എന്ന് പറയാണ്. എ പ്ലസൻറ്റ് സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും ഒരു മരത്തിൻ്റെ സമീപത്തായിട്ട് ആ പെൺകുട്ടിയെ കണ്ടു. ഷീ വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അവൾ തൻ്റെ കുഞ്ഞു സഹോദരനെ കൈകളിൽ താലോലിച്ചുകൊണ്ട് ആ പാട്ട് പാടുകയായിരുന്നു. ക്രാഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടിലാണ്. അപ്പോൾ തൊട്ടിൽ എന്ന പോലെ അവൾ ആ കുഞ്ഞു സഹോദരനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ കൈകളിൽ. എന്നിട്ട് ആ പാട്ടും പാടുന്നുണ്ട്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്, നവീൻ വിസ്പേർഡ് ടു സാഷ. അവൾ എത്ര വേഗത്തിലാണ് ആ പാട്ട് പഠിച്ചെടുത്തത് അല്ലേ എന്ന് സാഷയോട് നവീൻ ചോദിക്കുകയാണ്, പതുക്കെ പറയാണ്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ പെൺകുട്ടിയപ്പോൾ അവരെ കണ്ടു, എന്നിട്ട് പുഞ്ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവൾ തൻ്റെ വരണ്ട മുടി വിരലുകൾ കൊണ്ട് ചീകാൻ ശ്രമിച്ചു. യു സിംഗ് ബ്യൂട്ടിഫുള്ളി, നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. നീ വളരെ മനോഹരമായി പാടുന്നുണ്ടല്ലോ എന്ന് നവീൻ അവളെ അഭിനന്ദിക്കുന്നു. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷയ്ക്ക് ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനം നൽകണമെന്ന് തോന്നുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് സാഷ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? എന്തായിരിക്കും ആ പെൺകുട്ടിക്ക് വേണ്ടി സാഷ കരുതി വെച്ച ഗിഫ്റ്റ്? വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? എന്തായിരിക്കും ആ ഗിഫ്റ്റ്? നമുക്കറിയണം അല്ലേ. അതറിയണമെങ്കിൽ അടുത്ത പേജ് വായിക്കണം. നോക്കാം. ദ ഗിഫ്റ്റ്. സാഷ ഓപ്പൺഡ് ഹർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ തൻ്റെ ബാഗ് തുറന്ന് ഒരു ബുക്ക് പുറത്തെടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അത് ചിത്രകഥകളുള്ള ഒരു ബുക്കായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹർ. ഇത് നിനക്കുള്ളൊരു സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഷ ആ ബുക്ക് അവൾക്ക് നൽകി. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അപ്പോൾ ആ പെൺകുട്ടി തൻ്റെ കൈകൾ പാവാടയിൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. ഒരു പുഞ്ചിരിയോടെ അവൾ ആ ബുക്ക് സ്വീകരിച്ചു. കബിത, ഹു ഈസ് ദർ? ഹർ മദർ കോൾഡ് ഔട്ട്. കബിതേ, അവിടെ ആരാണ് എന്ന് അവളുടെ അമ്മ വിളിച്ചു ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ, നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. ആ ശബ്ദം കേട്ടപ്പോൾ വാ നമുക്ക് പോകാമെന്ന് നവീൻ തിടുക്കപ്പെട്ടു. വി ഷുഡ് ടെൽ അനു ടീച്ചർ എബൌട്ട് കബിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റഡ്. കവിതയെക്കുറിച്ച് നമുക്ക് അനു ടീച്ചറോട് പറയണം. ടീച്ചർ അവളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് സാഷ നിർദ്ദേശിക്കുകയാണ്. ഇവിടെ വീണ്ടും നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അനു ടീച്ചർ കവിതയെ സഹായിക്കുമോ? എങ്ങനെ സഹായിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത പേജിലൂടെ. ദ സ്മൈൽ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കൂട്ടുകാരിയുണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. അവൾ ദൂരെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് വന്നത്. നമുക്കവളെ സ്വാഗതം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ സ്കൂൾ അസംബ്ലിയിൽ കവിതയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. സ്കൂൾ യൂണിഫോം ധരിച്ച് അവൾ മുന്നോട്ട് വന്നു. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ. അവൾ എല്ലാവരെയും നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിച്ചു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ കവിതയുടെ മാതാപിതാക്കളെ വേദിയിലേക്ക് ക്ഷണിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും കൈയടിച്ചു. ഐ കൺഗ്രാറ്റുലേറ്റ് സാഷ ആൻഡ് നവീൻ. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. സാഷയെയും നവീനെയും ഞാൻ അഭിനന്ദിക്കുന്നു. കവിതയെ നമ്മുടെ സ്കൂളിൽ ചേരാൻ സഹായിച്ചത് അവരാണ് എന്ന് ഹെഡ് മാസ്റ്റർ പറയുന്നു. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡേയ്സ്. സാഷ, നവീൻ, ദയവായിട്ട് വേദിയിലേക്ക് വരൂ എന്ന് ഹെഡ് മാസ്റ്റർ പറയുകയാണ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്.
ഹെഡ് മാസ്റ്റർ കൈയടിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ സാഷയെയും നവീനെയും ഡേയ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡേയ്സ്? എന്തുകൊണ്ടായിരിക്കും? നോക്കാം അടുത്ത പേജിലൂടെ. ടിയേഴ്സ് ഓഫ് ജോയ്. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സാഷയും നവീനും സ്റ്റേജിലേക്ക് നടന്നു. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ അവരുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്തു. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം എഗെയിൻ. എല്ലാ കുട്ടികളും വീണ്ടും അവർക്ക് വേണ്ടി കൈയടിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത സാഷയെയും നവീനെയും നോക്കി. ഹർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി കൊണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. നന്ദി നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവരെ നോക്കി എന്നർത്ഥം. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവ്രി മൈൻഡ്. അനു ടീച്ചറുടെ പാട്ട് എല്ലാവരുടെയും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. The best of friends, worth more than gold, give all the love a heart can hold. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പൊന്നിനേക്കാൾ സ്വർണത്തിനേക്കാൾ വിലമതിക്കുന്നതാണ്. ഒരു ഹൃദയത്തിന്, ഒരു ഹാർട്ടിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്നേഹം അവർ യഥാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ നൽകും എന്നാണ് പറയുന്നത്. The best of friends, worth more than gold, give all the love എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്നതാണ്. അവർ അവരുടെ മുഴുവൻ സ്നേഹവും നൽകും. ആർക്ക്? ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും സ്നേഹം അവർ നൽകും. ആർക്ക്? ഫ്രണ്ട്സിന് എന്നാണ് പറയുന്നത്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്ന് കവിതയെ ചേർത്ത് പിടിച്ചു. ദ ഗേൾ സ്മൈൽഡ്. ആ പെൺകുട്ടി പുഞ്ചിരിച്ചു. കവിത പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹർ ഐസ്. സന്തോഷത്തിൻ്റെ ഒരു ചെറിയ കണ്ണുനീർത്തുള്ളി അവളുടെ കണ്ണിൻ്റെ കോണിൽ തിളങ്ങി എന്നാണ് പറയുന്നത്. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി എന്ന് പറയുകയാണ് നമ്മുടെ റൈറ്റർ. ഇവിടെ നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കാണാം അല്ലേ? വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടാണ് കവിത ഈ സാഷയെയും നവീനെയും നോക്കി ചിരിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കാണാം. എന്തുകൊണ്ടായിരിക്കും ചിരിച്ചിട്ടുണ്ടാവുക? അത് നന്ദിയോടെ ചിരിച്ചതാണ്. അവർ കാരണമാണ് കവിതയ്ക്ക് സ്കൂളിൽ എത്താൻ പറ്റിയത്. അപ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആണ് അവൾ പുഞ്ചിരിച്ചത്. അപ്പോൾ ഇതോടെ നമ്മുടെ ടെൻഡർ ടച്ച് എന്ന ഒരു സ്റ്റോറി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കഥ മാത്രമല്ല അല്ലേ? കൈൻഡ്നെസ്, ഫ്രണ്ട്ഷിപ്പ്, ഷെയറിങ്, കെയറിങ് എന്നീ നല്ല മൂല്യങ്ങൾ, വാല്യൂസ് നമ്മളെ പഠിപ്പിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം അല്ലേ? ഇത് നല്ലൊരു ലെസണാണിത്. അതായത് സാഷയും നവീനും ഒരിക്കലും കവിതയെ എന്ത് ചെയ്തില്ല, അവഗണിച്ചില്ല. അവളുടെ ടാലൻറ്റ് തിരിച്ചറിഞ്ഞു, അവളെ പ്രോത്സാഹിപ്പിച്ചു, അവൾക്ക് ഗിഫ്റ്റ് നൽകി. പിന്നീട് ടീച്ചറോട് അവളുടെ അവസ്ഥകളെ പറ്റി പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഫലമായിട്ടാണ് കവിതയ്ക്ക് സ്കൂളിൽ പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അത്? ഒരാളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഒരു ചെറിയ സഹായം ചെയ്യുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ലേ? നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെ നമുക്കുള്ളതൊക്കെ പങ്കുവെക്കണം. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണം, അംഗീകരിക്കണം. ആരെയും അവരുടെ രൂപമോ സാഹചര്യങ്ങളോ നോക്കി വിലയിരുത്താൻ പാടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, പല വാല്യൂസും നമ്മൾ ഇതിലൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു പാഠത്തിൻ്റെ മോറൽ എന്ന് പറയുന്നത് എന്താ? കൈൻഡ്നസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വി ക്യാൻ ഗിവ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കൈൻഡ്നസ് ആണ്. മറ്റുള്ളവരുടെ ദയ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആൻഡ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഷോൺ ത്രൂ ലവ്, കെയർ ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. അപ്പം യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് കാണിക്കാൻ പറ്റുക? സ്നേഹത്തിലൂടെ, കെയറിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.